നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നിന്റെ താടിയോട് വേണമെങ്കിൽ കുറച്ച് കാശ് അങ്ങോട്ട് കൊടുക്കാന്ന് ഞാൻ പറഞ്ഞു. നിങ്ങളുടെ ക്ലിനിക്ക് തുടങ്ങാൻ. അപ്പച്ചിയുടെ ഉള്ളിലിരിപ്പ് എനിക്ക് മനസ്സിലായി. നാട് നീളെ നടന്ന് തെണ്ടിയാലും അപ്പച്ചിയുടെ മുന്നിൽ പിച്ചുചട്ടിയുമായി ഞാൻ വരില്ല. എന്റെ ഭർത്താവും വരില്ല. ഓ, ഒരു ഭർത്താവ്. സാമ്പ്രാണിക്കൊടിയിലെ ആ കൂര കണ്ടിട്ടാണോടി നീ ഇങ്ങനെ കടന്ന് ഞെളിയുന്നേ? തള്ള ആധാരം കൊണ്ട് വന്നിട്ട് എന്തായി? അഭിമാനിയായ നിന്റെ താടിക്ക് അത് വേണ്ട. വേണോ വേണ്ടയോ എന്ന് ഞങ്ങൾ തീരുമാനിച്ചോളാം. എന്നാലും എന്റെ വിശാലമാന്റെ സഹായം നിനക്ക് വേണ്ട. വേണ്ട, സഹായിച്ചിട്ടുണ്ടല്ലോ ഒരുപാട്, അത് മതി. അല്ലെങ്കിൽ തന്നെ അപരിചിതരുടെ സഹായം എനിക്ക് ആവശ്യമില്ല. അപരിചിതനോ? വിശാലോ? നാണോ ഇല്ലേടി നിനക്കിത് പറയാൻ? നിന്റെ കുഞ്ഞിന്റെ അച്ഛൻ. ഉച്ചത്തി പറയണോ ഞാനത്? അപ്പച്ചി അറക്കണ്ട, ഉച്ചത്തി തന്നെ പറഞ്ഞു. ഈ ഒരു രഹസ്യം വെച്ച് എന്നെ വിരട്ടാനെന്ന് നോക്കണ്ട. എന്റെ ഭർത്താവ് അറിയാത്ത ഒരു രഹസ്യവും എനിക്കിപ്പോ എന്റെ ജീവിതത്തിൽ ഇല്ല. അപ്പച്ചി എന്ത് കരുതി? എനിക്ക് പിഴച്ച ചുവടുകളുടെ കഥ അറിയുമ്പോ എന്റെ ഭർത്താവ് എന്നെ വനത്തിൽ ഉപേക്ഷിക്കുമെന്നോ? കല്യാണത്തിന് മുൻപ് എനിക്ക് സംഭവിച്ച തെറ്റ് പുറത്തവരാ ആ അമ്മയും മകനും. എന്റെ മനസ്സില് സ്വർഗത്തിന് മുകളിലാ അവരുടെ സ്ഥാനം. ചുമ്മാ നീ പിടിച്ചു നിൽക്കാൻ അങ്ങനെ പലതും മെനയും. സ്വയം ആശ്വസിക്കും. നിരഞ്ജൻ കഥ അറിയുമ്പോഴല്ലേ രസം. കൃത്യമായ സമയത്ത് സകല തെളിവുകളുമായി എന്റെ മോൻ വരും. അതായത് ശ്രുതിമോളുടെ അച്ഛനിങ്ങ് വരും. അതോടെ ഉള്ള മാനവും വാരി പിടിച്ച് നിരഞ്ജൻ അങ്ങ് സാമ്പ്രാണിക്കൊടി പറ്റും. ഇല്ല അപ്പച്ചി, ക്ഷമിക്കുമ്പോഴാണ് മനുഷ്യൻ മഹാനാവുന്നതെന്ന് അപ്പച്ചി കേട്ടിട്ടില്ലേ? ഇല്ല, ഞാൻ കേട്ടിട്ടില്ല. പിന്നെ നീ പറഞ്ഞൊന്നും ഞാൻ വിശ്വസിച്ചിട്ടുമില്ല. വിശ്വസിക്കണമെന്ന് എനിക്ക് നിർബന്ധവും ഇല്ല. ഓ, അപ്പൊ ഇനി മഹാന്റെയും മഹതിയുടെയും ഭാവി പരിപാടി എന്താ? ക്ലിനിക്ക് വേണ്ടെന്ന് വെച്ചോ? ക്ലിനിക്ക് ഞങ്ങൾ തുടങ്ങും അപ്പച്ചി. ഓ, മറഞ്ഞു നിന്ന് കേട്ട് കാണുമല്ലോ. സാമ്പ്രാണിക്കൊടിയിലെ വീട് ഞങ്ങൾ ക്ലിനിക്കാക്കി മാറ്റാൻ ആലോചിക്കുന്നതിനെ കുറിച്ച്. ചിലപ്പോ അതും ചെയ്യും. എന്തായാലും മകനെയും കൂട്ടുപിടിച്ച് ഡാഡിയെ കയ്യിലെടുക്കാനുള്ള അപ്പച്ചിയുടെ വളഞ്ഞ വഴി നടക്കത്തില്ല. സങ്കടപ്പെട്ട് നിൽക്കുകയാണല്ലോ. ഏയ്, സങ്കടോ? എന്തിന്? ഡാഡി അമ്മയെ ഇൻസൾട്ട് ചെയ്ത് അയച്ചതില്. സാർ ആരെയും ഇൻസൾട്ട് ചെയ്തില്ല അക്ഷര. അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ അഭിമാനം മുറിപ്പെട്ടതുപോലെ തോന്നി. ഒന്നും മനസ്സിൽ വെക്കാതെ ഉള്ള കാര്യം തുറന്നു പറഞ്ഞു, അത്രേ ഉള്ളൂ. അമ്മ സങ്കടപ്പെട്ടാ പോയത്? ഏയ്, ഒക്കെ നിന്റെ തോന്നലാ. തോന്നലല്ല, അമ്മയുടെ കണ്ണ് നിറഞ്ഞത് ഞാൻ കണ്ടു. അതുമാത്രമല്ല, നിങ്ങളുടെ നെഞ്ചിനുള്ളില് ഒരു കടലിരമ്പുന്നതും എനിക്ക് കേൾക്കാം. ഡാഡിയുടെ പെരുമാറ്റത്തിന്റെ പേരില് നിങ്ങള് എന്നെ വെറുക്കരുത്. വെറുക്കാനാണോ നിന്നെ ഞാൻ ഇഷ്ടപ്പെട്ടത്? സ്വാമി, സാമ്പ്രാണിക്കൊടിയിൽ നിന്നും സഹായ വാഗ്ദാനം, ആധാരം. അതിനു പിന്നാലെ കാഞ്ചനയുടെ വക സഹായഹസ്തം. കാഞ്ചനയുടെ അല്ല, അവളുടെ മകന്റെ. സാർ എന്തു പറഞ്ഞു? ശത്രുവിന്റെ കൈപിടിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു കയറുന്നതിനേക്കാൾ നല്ലത് മരണമല്ലേ സ്വാമി?
നമ്മൾ തീരുമാനിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ നടത്തും. ഡാഡിയോട് എനിക്ക് ഒരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. പറഞ്ഞോളൂ, എന്താ പുതിയ പ്രശ്നം? അത് പറയാം, പക്ഷെ പുറത്തുള്ളവർ നിൽക്കുമ്പോ പറയാൻ ബുദ്ധിമുട്ടുണ്ട്. അതിന് പുറത്തുള്ളവരാരും ഇവിടെ ഇല്ലല്ലോ, സ്വാമിയല്ലോ. അത് തന്നെ ഞാൻ പറഞ്ഞത്. സ്വാമി വീട്ടുകാരനാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അക്ഷര, ഡാഡി ഗർജിക്കണ്ട. എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും, അതാർക്ക് നൊന്താലും. എന്റെ പൊന്നു സാറേ, ഞാൻ പുറത്തു നിന്നോളാം. ഈ സാധു സ്വാമീന്റെ പേരിൽ ഇനി പുതിയൊരു വഴക്ക് വേണ്ട. നീ എന്തിനാ സ്വാമിയോട് അങ്ങനെയൊക്കെ പറഞ്ഞത്? സ്വാമിക്ക് ഇത് വലിയ വിഷമായില്ലേ? നന്നായി. ഇതിലും വിഷമിച്ചിട്ടാ അദ്ദേഹത്തിന്റെ അമ്മ ഇവിടുന്ന് പോയത്. സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല. സാമ്പ്രാണിക്കുടിയിലെ ദേവൂട്ടിയെ അങ്ങോട്ട് സഹായിച്ചിട്ടേ ഉള്ളൂ ഞാൻ. നിരഞ്ജൻ ലോകത്തിന്റെ നെറുകയിലെത്തി നിൽക്കുന്ന ഒരു ഡോക്ടറായതിന്റെ പിന്നിൽ എന്റെ അധ്വാനവും പണവും ഉണ്ട്. ഡാഡിക്ക് ലജ്ജ തോന്നുന്നില്ലേ ഇങ്ങനെ കണക്ക് പറയാൻ? ചെയ്തു കൊടുത്ത ഉപകാരങ്ങളുടെ കണക്ക് പുസ്തകത്തിൽ ഒരു വരി കൂടി എഴുതി ചേർക്കുന്നത് നന്നായിരിക്കും. വിലക്കെടുത്ത മരുമകനെന്ന് ശിഷ്യനോട് പെരുവിരല് മുറിച്ചു തരാൻ ആവശ്യപ്പെട്ട ഗുരുവിന്റെ സ്ഥാനത്തായിപ്പോ ഡാഡി. ചുവട് പിഴച്ച ഡാഡിയുടെ മകൾക്ക് ജീവിതം ഉണ്ടാകാൻ വേണ്ടി ആ പാവ മനുഷ്യൻ സ്വന്തം ജീവിതമാണ് നൽകിയത്. നീ എന്നെ ക്രോസ് വിസ്താരം ചെയ്യാൻ വന്നിരിക്കുകയാണോ? നീ പറയാമെന്ന കാര്യം പറ. സാമ്പ്രാണിക്കൊടിയിൽ നിന്നുള്ള സഹായം ഡാഡിക്ക് വേണ്ടായിരിക്കും. ഡാഡിയെ വിഷമിപ്പിക്കേണ്ടെന്ന് കരുതി അദ്ദേഹം ഡാഡിയുടെ തീരുമാനത്തിന് തല കുലുക്കുകയും ചെയ്യുമായിരിക്കും. അങ്ങനെ തന്നെ വേണമല്ലോ. പക്ഷെ ഞാൻ അങ്ങനെ അല്ല. മനസ്സിലായില്ല. എന്താ, നീ സാമ്പ്രാണിക്കൊടിയിലെ ക്ലിനിക്ക് തുടങ്ങാൻ പോവാണോ? അങ്ങനെയൊരു ആലോചനയുള്ളതായി കാഞ്ചന പറയുന്നത് കേട്ടു. ആ, ചിലപ്പോ തുടങ്ങിയേക്കും. പക്ഷെ അതിനു മുൻപ് ഞങ്ങൾ ഇവിടുന്ന് ചിലപ്പോ താമസവും മാറും. എങ്ങോട്ട്? എന്റെ ഭർത്താവിന്റെ വീട്ടിലേക്ക്. അല്ലാതെ എങ്ങോട്ടാ? സാമ്പ്രാണിക്കൊടിയിലേക്ക്? അതെ, എന്റെ ഭർത്താവ് നിരഞ്ജന്റെ വീട് അവിടെയാ. ഡാഡിക്ക് അറിയില്ലേ അത്? ഞാനതിന് സമ്മതിക്കില്ല. ഇക്കാര്യത്തില് ഡാഡിയുടെ സമ്മതം എനിക്ക് വേണ്ട. ഞാൻ അനുവാദം ചോദിക്കാൻ വന്നതുമല്ല. ഡാഡിയെ വിവരം ധരിപ്പിച്ചു, അത്രമാത്രം. നീ ഇവിടെ നിന്ന് എങ്ങോട്ടും പോകുന്നില്ല. ഡാഡി, പഴയ 13 വയസ്സുകാരി അല്ല ഞാൻ. എന്റെ ഭർത്താവിന്റെ വീട്ടിൽ താമസിക്കുക എന്നത് എന്റെ അവകാശമാണ്. ഡാഡിയുടെ നോട്ടത്തില് നിരഞ്ജൻ എന്ന വ്യക്തി ഒരു ഭർത്താവ് ഉദ്യോഗസ്ഥനായിരിക്കും. എനിക്ക് പക്ഷേ എന്റെ ജീവന്റെയും ജീവിതത്തിന്റെയും പാതിയായിപ്പോ. അദ്ദേഹത്തിന് നോവുന്നെടുത്ത്, അദ്ദേഹത്തിന് പൊള്ളിക്കുന്നിടത്ത് ഞാനുണ്ടാവില്ല. ഹലോ, പറഞ്ഞതൊക്കെ അപ്പച്ചി കേട്ടെ. എന്നാ മക്കള് കൂടും കുടുക്കൊക്കെ എടുത്ത് പോകുന്നേ? അറിയിക്കാം. അല്ല, അത് അറിയിക്കണേ. അപ്പോ സംഗതി മൊത്തത്തില് ജോറായി. എന്ത്? പ്രിയപ്പെട്ട ഡാഡി ഉപേക്ഷിച്ച് മകള് പോവാ. പോകുന്നത് നിന്നോടാരാ പറഞ്ഞത്? പൊക്കോളും. നിങ്ങൾ അനുഭവിച്ച് തുടങ്ങിയിട്ടുള്ളൂ. മായാരഞ്ജിനിയുടെ ചിത്രം എന്നീ വീട്ടിൽ വന്നോ അന്ന് മുതൽ നിങ്ങളുടെ കഷ്ടകാലം തുടങ്ങി. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ ഈ കാഞ്ചനയുടെ പ്രാർത്ഥനയുടെ ശക്തി? കാഞ്ചനയുടെ കണ്ണുനീരിന് കാലം നിങ്ങൾക്കിട്ട വില. അവസാന കാലത്ത് നിങ്ങളുടെ നാവിൽ തുളസിയില കൊണ്ട് വെള്ളം ഇറ്റിക്കാൻ മകള് കാണില്ല. ഈ ഞാനേ കാണൂ. നിങ്ങൾ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച ഈ ഞാൻ എന്റെ കയ്യിൽ നിന്ന് വെള്ളം വാങ്ങി ആ ഗതികേടോട് കൂടിയേ നിങ്ങൾ കണ്ണടയ്ക്കൂ, അതുറപ്പ്. ഒന്നും പറഞ്ഞില്ല. തൽക്കാലം നിത്യയും നീയും തമ്മിലുള്ള കല്യാണ തീയതി കുറിക്കട്ടെ. അപ്പോ നമ്മൾ ഇതുവരെ നടത്തിയ യാത്രയും യുദ്ധവും തന്ത്രങ്ങളും എല്ലാം അടിയറ വെക്കുന്ന പോലെ ആവില്ലേ? തീയതിയിലേ കുറിക്കുന്നുള്ളൂ, കല്യാണം നടക്കുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഏറ്റവും അടുത്ത ദിവസം തന്നെ കല്യാണം നടത്തണമെന്നാ വാശി. പണ്ടത്തെ പോലെ ദേവിക്ക് മുന്നിൽ നിന്ന് അത് തടയാനാവില്ല.